കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി. അവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മാർത്തായുടെയും ഗ്രാമമായ ബഥനിയായിൽ നിന്ന് ഉള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയുവാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളുകളെ അയച്ചു. അതു കേട്ടപ്പോൾ അവൻ പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വപ്പെടാനും വേണ്ടിയാണ്. നാളുകൾക്ക് മുമ്പ് തമ്പുരാൻ്റെ സന്നിധിയിൽ ഒരു ദൈവപൈതൽ നൽകിയ സാക്ഷ്യം ഇങ്ങനായിരുന്നു. മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ യുവാവ് അവധിക്ക് നാട്ടിൽ വന്നതാണ്. സുഹൃത്തുക്കൾ കാണാൻ വന്നു. രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് സുഹൃത്തിനെ കൊണ്ടുവന്നാക്കി തിരിച്ചു പോകുന്ന വഴിക്ക് ഈ യുവാവ് ഒരു വലിയ അപകടത്തിൽപ്പെടുക. വണ്ടിമുട്ടി ഇവൻ്റെ ബൈക്കുമായി കൂട്ടിമുട്ടി ഇവൻ വഴിയിൽ അബോധാവസ്ഥയിൽ കിടക്കുക. ഇടിച്ച വണ്ടി അവരുടെ വഴിക്ക് പോയി. പിന്നാലെ വന്ന മറ്റൊരു കാറ് ഒരു യുവാവ് വഴിയിൽ കിടക്കുന്നത് കണ്ട് അവനെയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. തല മുഴുവൻ ബ്രെയിൻ ഇഞ്ചുറി, കൈയും കാലും ഒടിഞ്ഞ് നടുവൊടിഞ്ഞ് അങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ ആ യുവാവ് ഹോസ്പിറ്റലിൽ കിടക്കുക. അവൻ്റെ ഫോണിൽ നിന്ന് വന്ന ആദ്യത്തെ നമ്പരെടുത്ത് അവർ വിളിച്ചപ്പോൾ ഈ സുഹൃത്തിനെ കിട്ടുക. അങ്ങനെ ഇവൻ്റെ വീട്ടിൽ അറിയിക്കുകയാണ്. ഈ കുഞ്ഞ് സിങ്കിങ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, മരണത്തിലേക്ക് അവൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കുടുംബം മുഴുവൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അവൻ്റെ ബന്ധുമിത്രാദികളെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ അമ്മ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടായിരുന്നു. അന്ന് കണ്ണീരോടെ ആ അമ്മ പ്രാർത്ഥിച്ചു. മടങ്ങിപ്പോകുമ്പോൾ വെഞ്ചരിച്ച വെള്ളവും ബണ്ണുമൊക്കെ ആയിട്ട് പോയി. തിരിച്ച് ഹോസ്പിറ്റലിലെത്തിയിട്ട് ആ ബണ്ണ് ഒരു പൊടിയെടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് ആ കുഞ്ഞിൻ്റെ വായിൽ കൊടുക്കുവാനായിട്ട് നേഴ്സുമാരെ ഏൽപ്പിച്ചു. ദൈവമക്കളെ, ആ അമ്മ സാക്ഷ്യപ്പെടുത്തി ഏത് നിമിഷം ആ ഒരു തുള്ളി ജലം വെഞ്ചരിച്ച ബണ്ണും നനച്ച് ആ കുഞ്ഞിൻ്റെ നാവിൽ കൊടുത്തുവോ ആ സമയത്ത് ആ കുഞ്ഞ് സൗഖ്യത്തിലേക്ക് കടന്നു വരിക. അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അവൻ കൈകാലുകളിൽ ചലിക്കാൻ തുടങ്ങി. നടക്കാൻ പ്രയാസമായിരുന്ന കുഞ്ഞ് ദിവസങ്ങളോളം നമ്മുടെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നു. അവൻ നടക്കാൻ തുടങ്ങി. അവസാനം നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ അവൻ ശുശ്രൂഷ ചെയ്യാൻ ആരംഭിച്ചു. ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ അവൻ ഒരു വലിയ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാൻ തുടങ്ങി. ഈ അത്ഭുതം കണ്ട് അവരെല്ലാവരും കർത്താവിൽ വിശ്വസിച്ചു. അവൻ്റെ അപ്പൻ്റെ അനുജൻ, ഒരു കൈക്ക് ചലനശേഷി കുറവുണ്ടായിരുന്ന മനുഷ്യൻ, അദ്ദേഹവും ഒരു ദിവസം സായാഹ്നത്തിൽ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് വന്നു. ആ രാത്രിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അറിഞ്ഞു അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് തെറിച്ച് എൻ്റെ ദേഹത്ത് വീഴുക. ചുടു കണ്ണീര് ദേഹത്തേക്ക് വീഴുന്നു. ഏതാനും നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഏതാണ്ട് 3 മണി സമയമായപ്പോൾ ഇയാൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. 3 മണി സമയപ്പോൾ ഇയാൾ ഞെട്ടി എഴുന്നേറ്റു. അയാൾ ഏതോ ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഓർക്കുന്നു, അതൊരു ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു. ആ രാത്രിയിൽ ഏതാണ്ട് 3 മണി സമയമായപ്പോൾ ഞാനും ഞെട്ടി എഴുന്നേൽക്കുക. ആ സമയത്ത് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ഞാൻ വീണ്ടും കിടന്നുറങ്ങി. ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്, രാവിലെ ഉണർന്നു കഴിഞ്ഞ് കൈ ഉയർത്തി നോക്കുമ്പോൾ ഇതുവരെ നാളുകളായിട്ട് ഉയർത്താൻ പറ്റാതിരുന്ന ആ കൈ ഉയർത്താൻ പറ്റി.
അയാൾ ആ കൈ ചുറ്റിച്ച് നോക്കുമ്പോൾ ആ കൈക്ക് ഒരു പ്രയാസവുമില്ല. അന്ന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ വന്ന സകല മനുഷ്യരുടെയും മുമ്പിൽ ഇയാൾ കൈ ചുറ്റിച്ച് കാണിച്ചുകൊണ്ട് നിൽക്കുക. ഒരു പോഷനെ പോലെ കൈയും വീശി നിൽക്കുന്ന ഈ മനുഷ്യനെ ആളുകൾ കണ്ടു. അവർ ചോദിച്ചു, അയാൾക്ക് എന്ത് പറ്റി? ഇന്നലെ രാത്രിയിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവം. ദൈവമക്കളെ, മരണത്തിലേക്ക് പോയ ഒരു കുഞ്ഞ് അവൻ ജീവനിലേക്ക് വരുന്നു. നാളുകളായിട്ട് തളർന്നു കിടന്ന കയ്യ് ഇതാ കർത്താവ് ബലപ്പെടുത്തുക. തിരുവചനം ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നു. ലാസർ രോഗിയായിരുന്നു. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സഹായമായിട്ടുള്ളവൻ. ഒരു ദൈവ പൈതലിൻ്റെ പേരാണ് ലാസർ. എലയാസർ എന്ന് പറഞ്ഞാൽ ദൈവം സഹായമായിട്ടുള്ളവൻ. ലാസറിൻ്റെ അഭിഷേകമാണ് നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാൻ തന്നിരിക്കുന്നത്. ദൈവം സഹായമാകുന്ന, ദൈവം നമ്മളെ സഹായിക്കുന്ന ഒരു അഭിഷേകം. തിരുവചനം തുടർന്ന് പറയുന്നു, അവൻ ബെഥനിയായിൽ നിന്നുള്ളവനായിരുന്നു. ബെത്ത് ആനി. ബെത്ത് എന്ന് പറഞ്ഞാൽ ഭവനം, ആനി എന്ന് പറഞ്ഞാൽ എളിയവൻ, ദുഃഖിതൻ, നിരാശിതൻ, വേദനിക്കുന്നവൻ. എളിയവന്റെ ഭവനമെന്നാണ് ബെഥനിയ എന്ന വാക്കിന്റെ അർത്ഥം. ഇതാ തമ്പുരാൻ കർത്താവ് ബെഥനിയ അനുഭവത്തിലുള്ള ഒരു വ്യക്തിയുടെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുന്ന സംഭവമാണ്. തീർത്ഥാടന കേന്ദ്രത്തിൽ ശുശ്രൂഷകൾ ആരംഭിക്കുന്ന നാളുകളിൽ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന വചനമാണ് തീർത്ഥാടന കേന്ദ്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേൾക്കുകയും ചെയ്തു. ഇന്ന് തിരുവചനത്തിൽ ഇതാ ലാസറിനെ കാണുക. എളിയവന്റെ ഭവനത്തിൽ കഴിയുന്ന ലാസർ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന, ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഞാനും നിങ്ങളും പറയുന്ന കാര്യത്തിലേക്ക് ദൈവത്തിന് കടന്നു വരാൻ പറ്റുമെന്ന് ഇന്നത്തെ ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുക. തിരുവചനം തുടങ്ങിയത് ഇങ്ങനെയാണ്. ലാസർ എന്നൊരുവൻ രോഗിയായി. മറിയം സുഗന്ധതൈലം കൊണ്ട് കർത്താവിൻ്റെ പൂശിയ മറിയത്തിൻ്റെ സഹോദരനായിരുന്നു. അവിടെ തിരുവചനം എഴുതി വെക്കുന്നു, ഇവളെന്നെ അധികമായി സ്നേഹിക്കുന്നു എന്ന് കർത്താവ് തിരിച്ചറിഞ്ഞു. ഇതാ ലാസർ മരണക്കിടക്കയിലായപ്പോൾ സഹോദരിമാർ പറയുന്നു, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധമാണ് നിന്റെ ജീവിതത്തെ നിശ്ചയിക്കുന്നത്. ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധമാണ് നിന്റെ പൗരോഹിത്യത്തെ നിശ്ചയിക്കുന്നത്. ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധമാണ് നിന്റെ സന്യാസത്തെ നിശ്ചയിക്കുന്നത്. ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധമാണ് നിന്റെ കുടുംബ ജീവിതത്തെ നിശ്ചയിക്കുന്നത്. ക്രിസ്തു സ്നേഹിക്കുന്ന പുരോഹിതൻ, ക്രിസ്തു സ്നേഹിക്കുന്ന സന്യാസിനി, ക്രിസ്തു സ്നേഹിക്കുന്ന സന്യാസി, ക്രിസ്തു സ്നേഹിക്കുന്ന കുടുംബനാഥൻ, ക്രിസ്തു സ്നേഹിക്കുന്ന കുടുംബനാഥ, ക്രിസ്തു സ്നേഹിക്കുന്ന അപ്പൻ, ക്രിസ്തു സ്നേഹിക്കുന്ന അമ്മ, ക്രിസ്തു സ്നേഹിക്കുന്ന യുവാവ്, ക്രിസ്തു സ്നേഹിക്കുന്ന കുഞ്ഞ്. തിരുവചനം പറയുക. അവിടുന്ന് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, ഇതാ അവിടുന്ന് ഇത് കേട്ടപ്പോൾ പറയുന്നു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാ. നീ ദൈവവുമായി സ്നേഹബന്ധത്തിലാണെങ്കിൽ, നീ ദൈവത്തെ അത്യധികമായി സ്നേഹിക്കുന്നെങ്കിൽ, നിന്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിന്റെ മരണം, നിന്റെ രോഗങ്ങൾ മരണത്തിലെത്താനുള്ളതല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനുള്ളതാ. തുടർന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ 15 സ്ഥാദിയോൻ ദൂരം ഓടിപ്പോയാൽ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരത്തിൽ നിൽക്കുമ്പോഴാണ് ഈശോ തമ്പുരാൻ അറിയുന്നത് ലാസർ മരിച്ചു എന്ന്. ഒന്നോടിയാൽ ശരീരത്തിന്റെ ചൂട് വിടുന്നതിന് മുമ്പ് തമ്പുരാൻ കർത്താവിന് അവിടെ എത്താമായിരുന്നു. അത്ര അവൻ സ്നേഹിച്ചെങ്കിൽ, അത്ര അവൻ ലാസറിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവനൊന്ന് ഓടിയെത്താൻ മേലായിരുന്നു. തുടർന്ന് തിരുവചനം നമ്മൾ വായിച്ചു പോകുമ്പോൾ മാർത്ത പറയുന്നുണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. 11-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, മറിയം യേശുവിനോട് പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. തിരുവചനം പറയുന്നു, യേശു ആത്മാവിൽ നെടുവേർപ്പെട്ടു. തുടർന്ന് ബൈബിളിലെ മനോഹരവാക്യം 11:35, യേശു കണ്ണീർ പൊഴിച്ചു. തുടർന്ന് തിരുവചനം നമ്മൾ വായിച്ചു വരികയാണ്, കർത്താവ് പറഞ്ഞു, കല്ലെടുത്തു മാറ്റുവിൻ.
കർത്താവ് വിളിച്ചു പറഞ്ഞു, ലാസറെ പുറത്തു വരിക. 43-ാം വാക്യം, ഇത് പറഞ്ഞപ്പോൾ ഇതാ മരിച്ചവൻ പുറത്തേക്ക് വന്നു. നിന്റെ അഴുകിയ അവസ്ഥയിലേക്ക്, പ്രത്യാശയറ്റ അവസ്ഥകളിലേക്ക്, ദുർഗന്ധം പരത്തുന്ന അവസ്ഥയിലേക്ക്, കുഴിച്ചു മൂടപ്പെട്ട അവസ്ഥയിലേക്ക്, നിന്റെ കൈവിട്ടു പോയ അനുഭവങ്ങളിലേക്ക്, നിന്റെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളിലേക്ക് നിന്റെ ദൈവത്തിന് കടന്നു വരാൻ പറ്റുമെന്ന്. നിന്നെ ദൈവം സ്നേഹിക്കുന്നെങ്കിൽ, നീ ദൈവം സ്നേഹിക്കുന്നവനാണെങ്കിൽ, നിന്റെ പേര് ക്രിസ്തു സ്നേഹിച്ചവനെന്നാണെങ്കിൽ, യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ യോഹന്നാൻ പറയുന്നല്ലോ, ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. അതും മതി മക്കളെ. ഒരു പുരോഹിതൻ പറയേണ്ടത്, ക്രിസ്തു സ്നേഹിക്കുന്ന പുരോഹിതൻ, ക്രിസ്തു സ്നേഹിക്കുന്ന സന്യാസിനി, ക്രിസ്തു സ്നേഹിക്കുന്ന കുടുംബം, ക്രിസ്തു സ്നേഹിക്കുന്ന അമ്മ, ക്രിസ്തു സ്നേഹിക്കുന്ന അപ്പൻ. എങ്കിൽ നിന്റെ രോഗം മരണത്തിൽ എത്തി നിൽക്കാനുള്ളതല്ല. നിന്റെ രോഗം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം, പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ, പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ, നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ, ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ലാസർ, ദൈവം സഹായമായിട്ടുള്ളവൻ. പൊന്നു പൈതലേ, യേശു എന്നും പോയ നായിമിലെ വീട്ടിലെ, ബെഥനിയായിലെ വീട്ടിലെ യുവാവിൻ്റെ പേരല്ല ലാസർ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ പേരാണ് ലാസർ. ദൈവം സഹായമായിട്ടുള്ളവൻ, യേശു സ്നേഹിക്കുന്നവൻ. നിന്റെ ജീവിതബന്ധം സമർപ്പിച്ച് യേശു സ്നേഹിക്കുന്നവൻ ഇതാ മരിച്ചിരിക്കുന്നു. യേശു സ്നേഹിക്കുന്നവൻ മരിക്കുവാൻ പാടില്ലാത്തവനാണ്. യേശു സ്നേഹിക്കുന്നവൻ അവൻ ജീവിക്കേണ്ടവനാണ്. അവൻ്റെ വീട്ടിൽ വിലാപ ഗാനങ്ങളല്ല, അവൻ്റെ വീട്ടിൽ സ്തോത്ര ഗീതങ്ങൾ ഉയരേണ്ടതാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാ അല്ലയോ ഈ ശോധന. ലാസർ മരിച്ചിട്ട് ഇത് 4-ാം ദിവസം. നാഥാ, ദുർഗന്ധം വെച്ചിട്ടുണ്ടാവാം. ദൈവ പൈതലേ, ദൈവം സ്നേഹിക്കുന്നവരുടെ ജീവിതങ്ങളിൽ
4-ാം ദിവസവും അത്ഭുതത്തിന്റെ ദിവസമാകുമെന്ന്. വലിയൊരു നിരാശയ്ക്ക് അടിപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം നീ. നാളുകളായിട്ട് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം വരുമെന്ന് നീ വിചാരിച്ചപ്പോ ദൈവം വരാത്തൊരു ജീവിതമായിരിക്കാം. ദൈവം പിടിച്ചുയർത്തുമെന്ന് വിചാരിച്ചിട്ട് ദൈവം പിടിച്ചുയർത്താത്ത ഒരു വ്യക്തിയായിരിക്കാം നീ. ദൈവം സുഖപ്പെടുത്തുമെന്ന് നീ വിചാരിച്ചിട്ട് ദൈവം സുഖപ്പെടുത്താത്ത ഒരു വ്യക്തിയായിരിക്കാം നീ. ഇതാ തമ്പുരാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സമയം കഴിഞ്ഞിട്ടും സമയമുണ്ടെന്ന്, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ പ്രതീക്ഷയുണ്ടെന്ന്. തമ്പുരാന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതം ഒന്ന് കൊടുത്ത്, നിന്റെ ജീവിതത്തിലെ മരണ ദുഃഖങ്ങള്, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് നീ ഇരിക്കുന്നെങ്കിൽ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണെങ്കിൽ, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണെങ്കിൽ, മക്കളെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണെങ്കിൽ, സഹോദരൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ദൈവപൈതലാണെങ്കിൽ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്ത മക്കള്, ഇതാ ദുർഗന്ധം വമിക്കുന്നിടത്തു നിന്ന് ജീവന്റെ പുഷ്പങ്ങൾ വിരിയിക്കുവാൻ കഴിവുള്ള കർത്താവ്, നീ ആയിരിക്കുന്ന വലിയ തകർച്ചകള്, നീ ആയിരിക്കുന്ന ദുരന്തങ്ങള്, നിന്റെ പാപാവസ്ഥകള്, നിന്റെ ജീവിത തകർച്ചകള്, നിന്റെ കടക്കടികള്, നിന്റെ ജീവിത നിരാശകള്, നിന്റെ ജീവിത പ്രതിസന്ധികള്, യേശുവേ 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 യേശുവേ. കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം വെച്ചിട്ടുണ്ടാവും. മരിച്ചിട്ട് ഇത് 4-ാം ദിവസമാണ്. യേശു ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? ദൈവമക്കളെ, തമ്പുരാന്റെ സന്നിധിയിൽ സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിൽക്കുന്നു. സാധിക്കുന്നവരൊക്കെ കരങ്ങൾ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തുന്നു. ഈ സമയത്ത് നീ വിശ്വസിക്കുന്നെങ്കിൽ, ഈ രാവിൽ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന്, നീ ദൈവ മഹത്വം കാണുമെന്ന്, ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്, മരണത്തെ ജീവനാക്കിയവ മാറ്റുമെന്ന്, രോഗത്തിലേക്ക് അവൻ കടന്നു വരുമെന്ന്, നിന്റെ നിരാശയിലേക്ക് അവൻ കടന്നു വരുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, ഇതാ നിന്റെ ദൈവം കടന്നു വരികയാ. ജീവിതം മുഴുവനൊന്ന് കൊടുത്ത് ഇരുകരങ്ങളും ഉയർത്തി മക്കളൊന്ന് വിളിച്ച്, വേദനിക്കുന്നവരെ കണ്ട്, ദുഃഖിക്കുന്നവരെ കണ്ട്, രോഗിയുടെ മുഖത്തിന്റെ മനസ്സിൽ തെളിയട്ടെ. യേശുവേ യേശുവേ യേശുവേ. മരണ കിടക്കകളിലായിരിക്കുന്നവര്, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്നവര്, ഐസുകളിൽ വെന്റിലേറ്ററിലായിരിക്കുന്നവര്, ഈശോയുടെ തിരുരക്തം കൊണ്ട് ഈ സമയത്ത് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യമുണ്ടാവട്ടെ, അത്ഭുത വിടുതലുണ്ടാവട്ടെ, അത്ഭുത സൗഖ്യമുണ്ടാവട്ടെ. ശരീരം തളർന്നു കിടക്കുന്നവര്, അബോധാവസ്ഥയിൽ കഴിയുന്നവര്, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകള്, പാലിയേറ്റീവ് അവസ്ഥകളിൽ ആയിരിക്കുന്നവര്, ഈശോയുടെ കരുണ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഈശോയുടെ സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഗർഭവതികളായിട്ടുള്ള മക്കള്, ഗർഭസ്ഥ ശിശുക്കളുടെ വൈകല്യങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹൃദയ സംബന്ധ രോഗങ്ങള്, ശ്വാസകോശ സംബന്ധ രോഗങ്ങള്, ലിവറിന്റെ അസുഖങ്ങള്, കിഡ്നി സംബന്ധ രോഗങ്ങള്, ഡയാലിസിസിന് വിധേയരാകുന്നവര്, പാൻക്രിയാസ് സംബന്ധമായ രോഗങ്ങള്, ഈ ദിവസങ്ങളിൽ സർജറിക്ക് വിധേയരാകുന്നവര്, തമ്പുരാന്റെ കരുണ, തമ്പുരാന്റെ സ്നേഹ, തമ്പുരാന്റെ തിരുരക്തം ഇതാ മക്കളിലേക്ക് ഒഴുകുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. ഇരു കരങ്ങളും ഉയർത്തി നിന്റെ വേദന പറഞ്ഞ്, ദുഃഖം പറഞ്ഞൊന്ന് വിളിച്ച്, യേശുവേ 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 യേശുവേ. കൈകൾ കൊട്ടി സന്തോഷത്തോടെ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താ
എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. നാളുനാളായാലും ദുർഗന്ധമേറിയാലും നാഥൻ വന്നിടും കല്ലറക്കൽ. നാളുനാളായാലും ദുർഗന്ധമേറിയാലും നാഥൻ വന്നിടും കല്ലറക്കൽ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർന്നിടും. വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നേ. വിശ്വാസത്താൽ ചെങ്കടൽ രണ്ടാകുന്നേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേ